ഇന്ന് രാവിലെ നല്ല തെളിവാ, ആ മഴയെല്ലാം മാറി. കണ്ടോ, നല്ല വെട്ടവും വെളിച്ചമൊക്കെ ആയില്ലേ? കാണാൻ തന്നെ എന്താ ഒരിത്. ആണോ? 5-8 മാസത്തെ മഴയ്ക്ക് ശേഷമല്ലേ ഇങ്ങനെ ഒരു, ഇടയ്ക്ക് കുറച്ച് ദിവസം വെയിൽ വന്നായിരുന്നു പറഞ്ഞാലും ഈ പെട്ടെന്നുള്ളൊരു മഴ കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ വന്നതുകൊണ്ടൊരു ഇതുണ്ടല്ലേ. ആ അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എനിക്ക് രാവിലെ കുറേ പണിയുണ്ട്. ആ ഞാനും വരുക. എന്നാ വരുന്നേ? ഇന്ന് ഒരാളും കൂടെ ഉണ്ട്. ആണോ? നമ്മുടെ കുറേ സൈറ്റുകളിലേ ആ മഴ കാരണം നമുക്ക് പിന്നെ കട്ട, മണൽ, മെറ്റൽ ഒന്നും കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. ആ അപ്പോൾ ഇന്ന് നമുക്ക് സാധനം എല്ലാം മൊത്തം കൊടുത്ത് തീർക്കണം. ഒത്തിരി സൈറ്റുകളിലെ ആൾക്കാർ പണി നിർത്തി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ രാവിലെ മുതൽ നമുക്ക് ഓട്ടം തുടങ്ങിയേക്കാം. എന്നാൽ പോയേക്കാം അല്ലേ? രാവിലെ അലക്ക് പരിപാടിയെല്ലാം കഴിയും ഓർമ്മേ. വെയിലുണ്ടല്ലോ, അന്ന് തുണി ഞാൻ കഴുകിയിടാം. ഞങ്ങൾ കുറച്ച് ലോഡൊക്കെ ഇറക്കാറുണ്ട്. ഞാനിന്ന് കുഞ്ഞി വരുന്നെന്നാ പറഞ്ഞത്. അസിസ്റ്റന്റ് കുഞ്ഞിയാണോ ഇത്? ഇവരെ കൊണ്ട് എവിടെ പോയാലും അവിടെ വണ്ടി താഴും. ഏണോടാ? നീ പോണോ? ഇന്ന് സമയമില്ല, അതുകൊണ്ട് ചോദിച്ചു പോണോന്ന്. ഇന്ന് ഒത്തിരി പണിയുണ്ട്. ഇവിടെ ഇരുന്ന് ഇന്ന് അമ്മയെ കൊണ്ട് കുറെ സഹായിക്കാനൊക്കെ ഉണ്ട്. ഇന്ന് പോയിട്ടേ നിങ്ങൾ വരുമ്പോഴേക്കും കല്യാണത്തിന് പോകണ്ടേ നാളെ? അതിനുള്ള ഡ്രസ്സെല്ലാം തേച്ച് എല്ലാം പാക്ക് ചെയ്ത് വെക്കണം. പിന്നെ സമയം ഉണ്ടെങ്കിൽ ഒന്ന് പറമ്പി വരെ പോണം. ഒത്തിരി ദിവസമല്ലേ പോയിട്ട്. അത് വന്നിട്ട് നോക്കട്ടെ, ഇത് നടക്കി തീരുമെന്ന് നോക്കണം. ഒരു 6 മാസമായിട്ട് പെൻഡിങ് ആയിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇറക്കേണ്ടത്. ആണോ? രാവിലെ ഈ തെളിഞ്ഞ അതൊന്നും വിശ്വസിക്കണ്ട കേട്ടോ, പറയാൻ പറ്റത്തില്ല. ഇന്നലെ പക്ഷെ നല്ല വെയിലായിരുന്നു. ഇന്നത്തെ കാര്യം അറിയത്തില്ല. ഇന്നലെ ചെന്ന് പെട്ടുപോയതാ. ഇന്നലെ ആ തെളിവ് കണ്ട് പോയതാ. തരത്തില ഇറക്കിയത്. ഭാഗ്യം പരീക്ഷിക്കണോ ജി? അല്ല, അത് ഇറക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇന്നലത്തെ ആരുടെ തലയാക്കും? ഇന്നലത്തെയോ? ഇന്നലെ ഞങ്ങൾ അവിടുന്ന് എടുത്തോണ്ട് പോന്നു. നീ അതിന് ലോഡ് ഇറക്കുന്നതിന്റെ കുറെ താഴെ റോഡിൽ ഇറങ്ങി നിന്നു. ഞങ്ങള് പോയിട്ട് വരാം. അങ്ങനെയൊക്കെ നിങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി വെക്ക്. ഇതെന്തിനാ ഈ പൈപ്പൊക്കെ വാങ്ങിച്ചു വണ്ടി ഇട്ടേക്കുന്നത്? ഇവിടം തൊട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ ഫാം സ്റ്റേ പണിയുന്നില്ലേ, അവിടെ കുറച്ച് സാധനം വേണമായിരുന്നു. അതിനാണോ? ഇന്നലെ പോയി തൂക്കുപാലത്ത് വാങ്ങിച്ചു വെച്ചാ. ഞാൻ പോയി ഗേറ്റ് തുറക്കട്ടെ. തുറന്നോ. എന്നല്ലോടാന്നറിയാവോ നീ? ഓ, കണ്ടുപിടിച്ചല്ലോ. സിമെന്റാ. ഞാൻ ചുമ്മാ ഒന്ന് ഇട്ട് നോക്കിയതാ. ആണോ? ഇപ്പൊ കണ്ടില്ലേ, സിമെന്റ് ലോഡാ കേട്ടോ. ഇപ്പൊ വെയിലൊക്കെ തെളിഞ്ഞോണ്ട് കൊറേ സിമെന്റ് ഒക്കെ ലോഡ് കയറ്റുമ്പോഴേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറ്റുമ്പോണ്ട് അത് കണ്ടോ, ആ കയറെ കണ്ടോ, 2 ലോക്ക് കണ്ടോ, നീല കളറി കണ്ടോ? അടിയില് അതെന്നാന്നറിയാവോ? അത് വഴിയില് ഈ സാധനം അഴിക്കാതിരിക്കാനായിട്ടാ. കണ്ടോ, ഇതിന്റെ സൈഡ് വഴിയൊക്കെ കണ്ടോ ലോക്ക് ചെയ്തേക്കുന്നത് കണ്ടോ? കണ്ടോ? കള്ളന്മാർ അഴിക്കാതിരിക്കാനായിട്ടല്ല. കള്ളന്മാരും ഡ്രൈവർമാരും ഒന്നും അഴിക്കില്ല സാധനം. കമ്പനിയിൽ നിന്ന് ഇറക്കി വിടുമ്പം അത് ഫുള്ള് സീൽ ചെയ്താ വിടുന്നത്. അതിനുവേണ്ടിയാണോ? അതെവിടെയെങ്കിലും ലോക്ക് പൊട്ടുകയോ എല്ലാം ചെയ്താൽ എല്ലാ സാധനവും മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അത് കൊണ്ടുപോകുന്ന ഡ്രൈവർക്കായിരിക്കും. ഓർമ്മകളാണോ ഇതൊക്കെ? ഇതൊക്കെ ഓർമ്മകളാണ്. അതുണ്ടോ അങ്ങോട്ടുള്ള വ്യൂ? എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയല്ലേ? ഇനി ഇറങ്ങി ചെല്ലുമ്പോ കണ്ടോണം, നേളി കാറ്റാടി നിൽക്കുന്ന കണ്ടോണം. കണ്ടോ എങ്ങനെയുണ്ട് സംഭവം? വണ്ടിയെ പോകുമ്പോ കാണാൻ പാടാ അല്ലേ? ഈ വളവ് തിരിയുമ്പോ കാണാം കേട്ടോ. കണ്ടോ കുഞ്ഞി? കട്ടപ്പന, ചെറുതോണി, ഇടുക്കി കളക്ടറേറ്റിലോട്ടൊക്കെ പോകുന്ന വണ്ടിയാണ് കണ്ടോ. ഇത് ഇനി ഇവിടുന്ന് രാമക്കൽമേടി ചെന്ന് അതുവഴി തൂക്കുപാലം, നെടുങ്കണ്ടം പോയി കറങ്ങി പോകുന്നത്. അതാണ് റൂട്ട്. ഇത് നമുക്ക് നമ്മുടെ ലോറി ഇട്ടേക്കുന്നിടത്തോട്ട് പോകും. എന്തുവാ ബമ്പറൊക്കെ ഊരി വെച്ചേക്കുന്നേ? ബമ്പർ ഊരി വെച്ചേക്കുന്നതേ, ഇവിടെ മുഴുവൻ നമ്മൾ ഈ അടുത്തടുത്ത എവിടെ സൈറ്റിൽ ഇറക്കാൻ പോയാലും അവിടെ എല്ലാം ഈ ചെമ്പരത്തി വേലി കാണും. ഈ ചെമ്പരത്തി വേലിക്കകത്തൂടെ വണ്ടി കയറി പോയി കഴിയുമ്പോഴേ ഇരിക്കാൻ നേരം ഇതെല്ലാം കിടന്ന് മൊത്തം അതെല്ലാം ഒരഞ്ഞത് മൊത്തം വളഞ്ഞു പോകും. ഇപ്പൊ നല്ല ഇടിക്കാൻ ചെല്ലുന്ന ഒരു ലുക്കുണ്ട്, മറ്റേ കൊല്ലാൻ ചെല്ലുന്ന പോലൊക്കെ. ഇപ്പറല്ല, ഇത് മുഴുവൻ എപ്പോഴും ഈ ചെളിക്കകത്തൂടെ എല്ലാം ഓടിയേ മൊത്തം ചെളിയായും എല്ലാം കുളമായിട്ടോ ഇരിക്കും. നല്ല മഴയല്ലായിരുന്നു. ലോഡ് എടുക്കാൻ പോകുമ്പോ കഴിയുന്ന എന്തിനൊക്കെ ചോദിക്കുമെങ്കിലും നമുക്കൊരു മനസ്സുഖം വേണ്ടേ വണ്ടി കാണാൻ.
മഴയായിരുന്നോണ്ടേ ആ എവിടെ ചെന്നാലും ചെളിക്കകത്ത് താന്നേ പോരത്തുള്ളൂ വണ്ടി. അതുകൂടാതെ ഈ ജലനിധിയുടെ പൈപ്പൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. ആ അപ്പൊ നമുക്കറിയത്തില്ല എവിടെയൊക്കെ കുഴിയുള്ളതെന്ന്. ഒരു ദിവസം എന്നെ കൊണ്ട് പോയിട്ട് വണ്ടിയുടെ പകുതി മുഴുവൻ അതിന്റെ അകത്തോട്ടല്ലേ താന്നേ. നിന്നെ കൊണ്ട് എന്ന് പോയാലും വണ്ടി താഴും. ആ ഇന്നിനി താന്ന ഇറങ്ങി ഓടും. ഇന്നും ചിലപ്പോ താഴും, പറയാൻ പറ്റിയല്ലോ, സൈറ്റൊക്കെ അങ്ങനത്തേതാ. ആ വേറൊരുത്തൻ. ആഹാ, ഇവരെല്ലാം കൊണ്ടോ മഴ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കിനുവേ എല്ലാരും ഓട്ടം തുടങ്ങി. മഴ മാറിയപ്പോ ഇത് മുരുകണ്ണന്റെ വണ്ടിയാ. അത് കണ്ടോ, രാമക്കൽമേടാ കാണുന്നത് കണ്ടോ. ലോറി ഇരുന്ന് കാണുമ്പോ ഒരു രസമില്ലേ. സ്റ്റാച്ചു ഒക്കെ ഉണ്ട് അവിടെ. സ്റ്റാച്ചു ഒക്കെ ഉണ്ട് കണ്ടോ. ആമപ്പാറ കാണാവോ? ആമപ്പാറയല്ലേ? അതാണ് ആമപ്പാറ. നമ്മൾ നാളെ പോയതാ ഓഫ് റോഡ്. നമ്മുടെ ലോഡ് എടുക്കേണ്ടിടത്തോട്ട് വന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ലോഡ് കയറ്റേണ്ട സ്ഥലത്ത് വന്നു കേട്ടോ. നമ്മുടെ JCBക്ക് നമ്മൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുക. ലോഡ് നമ്മള് 1.5 ഇഞ്ച് എന്ന് പറയും. 1.5 ഇഞ്ച് മൊത്തം കയറ്റുന്നില്ലേ? ഇത് ഫുൾ ലോഡ് കല്ല. നമുക്ക് ഇതിനകത്ത് 100 അടിക്ക് വേണ്ടിയിട്ട് നമ്മൾ അളവ് വെച്ചിട്ടുണ്ട്. ആ അളവിലുള്ള അവര് നിരത്തി തരുന്നത്. ഫുള്ള് കയറ്റിയാല് അത് കൂടുതൽ വരും. ഇന്ന് എത്ര അടിയാ വേണ്ട സൈറ്റ്? 100 അടി. അപ്പോൾ അവര് 100 അടി വേണമെന്ന് പറഞ്ഞു. നമ്മൾ ആ ഭായിയെ കൊണ്ട് അളവ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മളൊരു ഇത് പട്ട വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് അവര് കയറ്റി തരും. നമ്മുടെ ലോഡെല്ലാം കയറ്റി ഇപ്പൊ നമുക്ക് സൈറ്റിലോട്ട് പോയേക്കാം. ഇന്നപോലെ അവധിയല്ലേ ഇനിയിപ്പം. ടൂറിസ്റ്റ് ബസ്സുകൾ ഇഷ്ടം പോലെ വരും. അതിന്റെ തിരക്കായിരിക്കും. ഇനിയിപ്പം രാമക്കൽമേട് കാണാനായിട്ട് വരുന്ന ആൾക്കാരുടെ തിരക്കായിരിക്കും. കാറ്റാടി ലോഡ് ഇറക്കാൻ പോകുന്ന സ്ഥലത്തെ കാറ്റാടിയാ കേട്ടോ. അതിനടുത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടം വരെ പോവല്ല, ഇപ്പുറത്ത്. ഇത് മുമ്പേ ചോദിച്ചില്ല എന്നോട് ഈ ബമ്പർ എന്നാ ഊരി വെച്ചേക്കുന്നതെന്ന്. കണ്ടോ, ഈ 2 സൈഡും ചെമ്പരത്തി വേലി കണ്ടോ. കറക്റ്റ് വണ്ടി പോകാനുള്ള ഇടയെ കാണത്തുള്ളൂ. അപ്പൊ നമ്മളെന്റെ റിവേഴ്സ് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കേണ്ടി വരുമ്പോ ഈ വേലിക്കകത്ത് കയറി ബമ്പർ ഉടക്കും. എന്നിട്ട് അത് പറഞ്ഞു പോകും. ഒരു 3-4 പ്രാവശ്യം പറഞ്ഞു പോയി. അതുകൊണ്ടാണ് ഊരി വെച്ചേക്കുന്നത്. നമ്മുടെ സൈറ്റ് ആകാറായി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലോഡ് ഇന്ന് നമ്മൾ അൺലോഡ് ചെയ്തു. അത് കണ്ടോ കുഞ്ഞി, ഇപ്പൊ ഈ സമയത്തുണ്ടല്ലോ ഇടുക്കിയിൽ എവിടെ ചെന്നാലും ഇതുപോലത്തെ ഈ പൂവുള്ള മരങ്ങൾ ഇഷ്ടം പോലെ പൂക്കുന്ന സമയമാണ്. നല്ല രസം. ഇപ്പൊ മൂന്നാറൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അടിപൊളിയാ. ഇഷ്ടം പോലെ ഉണ്ട് പോകുന്ന വഴിയൊക്കെ. മഴ മാറി വെയിലായപ്പോഴത്തേക്കിനുവേ വണ്ടികളെല്ലാം ലോഡെടുത്ത് പോകുന്നത് കണ്ടോ. ഈ മഴ മാറി നിൽക്കുമ്പോഴേ സൈറ്റ് വണ്ടി കയറത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ എല്ലാരും കയറ്റിയിടും. ഇനി പോകുന്നത് ഇനി നമുക്ക് കട്ട എടുക്കാനുണ്ട്. കട്ടക്കളത്തിൽ പോയി കട്ട എടുക്കാം. ഇനി കണ്ടോ, ഇത് കണ്ടോ, ആൾക്കാരെല്ലാം രാവിലെ വെയിലൊക്കെ ആയതുകൊണ്ടേ ഓരോരോ ജോലികളുമായിട്ട് ഇറങ്ങി. മഴയായിരുന്നപ്പോ ആരും ഇറങ്ങുമല്ലായിരുന്നു. അപ്പൊ ആൾക്കാർ ഓരോ ജോലിയായിട്ട് ഇറങ്ങാൻ തുടങ്ങി. ഇത് കണ്ടോ, ഇത് ഈ കഴിഞ്ഞ മഴയത്ത് മുഴുവൻ വെള്ളം ഒഴുകിയിട്ട് റോഡ് ഇടിഞ്ഞിരിക്കുക. ഇവിടെ ഡേഞ്ചർ. മൊത്തം ഡേഞ്ചർ. ഒരു ട്രാവലറിന്റെ അവസ്ഥ കണ്ടോ. ഇത് നമ്മുടെ വെള്ളപ്പൊക്കത്തിന് പോയ ട്രാവലറാ. ഇത് ഈ കണ്ടീഷനിലായി, ഫുൾ സ്ക്രാപ്പായി അല്ലേ. എന്തിനു കൊള്ളാല്ലേ. അതുകൊണ്ട് ആറ്റിലെ വെള്ളം പോയ പോക്കുണ്ടോ. ഇപ്പൊ വെള്ളം ഉണ്ടോ? വെള്ളമില്ല, ഒന്നുമില്ല. ഒരു സെക്കൻഡ് സമയത്തെ പരിപാടി. കണ്ടോ, ഇതാ കൂട്ടാർ ഷാപ്പ് കണ്ടോ. ഇതൊക്കെ വെള്ളം കയറിയായിരുന്നു അന്നത്തെ വീഡിയോയിൽ. അതൊക്കെ ഉണ്ട്. നമ്മുടെ ഇപ്പൊ കണ്ട ട്രാവലറില്ലേ, ആ ട്രാവലറ് ആൾക്കാർക്കേ അവരുടെ സുഹൃത്തുക്കളെ
വേറെ ഒരു ട്രാവലർ 3 പേര് കൂടി ഒരു ട്രാവലർ എടുത്തു കൊടുത്തു. എന്ത് നല്ല ആൾക്കാരല്ലേ. അതെ. ഇനി ഇവിടെയൊക്കെ അന്ന് വെള്ളം കയറി കിടന്ന കേട്ടോ, ഈ പാലമൊക്കെ മൂടി കിടന്ന പാലമായിരുന്നു. ആറ്റി വെള്ളം ഉണ്ടല്ലോ എന്നാ ഈ വെള്ളം കുറവല്ലേ? അല്ല റോട്ടിലാ ഉദ്ദേശിച്ചത്. റോഡിലോ? ഇവിടെ ഉറവയാ. നല്ലൊരു സീനറി വന്നല്ലോ അച്ഛൻ. ആ വീട് കണ്ടോ? ആ വീട്ടിലൊക്കെ കണ്ടോ? ആ വീട്ടിനകത്തെല്ലാം വെള്ളം കയറി ഒഴുകിയതാ. അതാ നീ പറഞ്ഞില്ല നിന്റെ കൂട്ടുകാരി നിന്റെ കൂടെ പഠിച്ച ഒരു കൊച്ചിന്റെ വീടാന്ന് പറഞ്ഞില്ല? ആ വീടാണ്. ഇതാ നമ്മുടെ കട്ട കയറേണ്ട സ്ഥലം. സ്ഥലത്തെത്തി കട്ട നനയ്ക്കുന്നു. അതോ കട്ട പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നല്ലപോലെ സെറ്റ് ആകണം, ഉറയ്ക്കണം, പൊട്ടിപ്പോകാതെ. അത് സിമെന്റും മിറ്റിലും മണലും എല്ലാം കൂടെ ജോയിന്റ് ആയി നല്ല സെറ്റ് ആകാനായിട്ട് ഒരു നിറച്ചു കൊടുക്കും. ഇവിടം വരെ വെള്ളം കയറി ഒഴുകിയല്ലേ? ആ വീട്ടിലും എല്ലാം കയറി. ഇത് കണ്ടോ, ഇവിടെ എല്ലാം കയറി. ഈ ഭാഗം ഈ കട്ട അടിക്കി വെച്ചേക്കുന്നിടം വരെ കയറി. എത്ര ഹൈറ്റിലായിരിക്കും വെള്ളം വന്നത്. അത് 2 സൈഡ് ബോഡി തുറന്നിട്ടാ കട്ട കയറ്റുന്നത്. ആയക थोड़ा टाइट है. ഒരു സൈഡ് അയച്ചു, ഇനി അച്ഛൻ അങ്ങോട്ട് കയറ്റി ഇടുക. പ്രോ ഡ്രൈവറാ, ഹൈ സ്കിൽസാ. കുറെ നാൾ ഓടിച്ചതിൻ്റെ തോന്നുന്നു. പെർഫെക്റ്റ് ആയിട്ട് ഇതേണ്ട കണ്ടോ, കറക്റ്റ് നമ്മുടെ വണ്ടിക്ക് കിടക്കാനുള്ളതേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. എടാ കണ്ടോ വണ്ടി അവര് സൈഡ് ഡോർ തുറന്നിട്ടിട്ട് ലോഡ് കയറ്റുന്നുണ്ടോ? പിന്നെ ഇവിടെ ഇന്നലെ നമ്മളേ ലോഡ് കയറ്റിയായിരുന്നു. ഇന്നലെയോ? ഇന്നലെ ലോഡ് കയറ്റിയിട്ട് 400 കട്ടയും കയറ്റിക്കൊണ്ടാ പോയത്. പക്ഷെ അവിടെ വഴി മോശമായിരുന്നോണ്ട് അവിടെ നനഞ്ഞെല്ലാം കിടന്നുകൊണ്ട് വണ്ടി ലോഡ് കയറുമല്ലായിരുന്നു. ഇല്ല, ഒരു തരത്തിൽ അവിടെ ഇന്നലെ കയറ്റി. അതല്ല വണ്ടി മുഴുവൻ ചെള്ളക്കകത്തെല്ലാം താന്ന് പോയിട്ട് ഒരു തരത്തിലാണ് വണ്ടി ലോഡ് കയറ്റിയത്. ഇന്നിപ്പോ നമ്മളൊരു 300 കട്ടയെ കൊണ്ടുപോകുന്നുള്ളൂ. 300 ആണെങ്കിൽ ഈസി ആയിട്ട് കയറി പോകും. അപ്പൊ നമുക്കിത് അവര് കയറ്റി തീരുമ്പോഴത്തേക്കും ടോട്ടലോ? ടോട്ടല് 10,200 കട്ട വേണ്ട. 1200 കട്ട എന്നാ പണിയുന്നേ? നമ്മുടെ ഹോം സ്റ്റേ. അതിനാണോ ഇത് കണ്ടോ? അതായത് ഈ ആൾക്കാരെ ഈ നാട് നശിപ്പിക്കുന്നത്. അതായത് പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം കൊണ്ട് അതിലിട്ടിട്ട് വെള്ളപ്പൊക്കം വരുമ്പം മൊത്തം വേസ്റ്റ് എല്ലാം കൂടെ വന്ന് അടിഞ്ഞിരിക്കുന്ന കണ്ടോ? ആരും ശ്രദ്ധിക്കുകയല്ല ഇതൊന്നും. ഇതെല്ലാം മനുഷ്യരുടെ കയ്യിലിരിപ്പ് കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ്. ഡീസൽ അടിക്കണോ? വേണ്ട, ഡീസലുണ്ട്. നമ്മള് ഇന്നലെ വന്നിട്ടേ മിനിഞ്ഞാന്ന് വന്നിട്ട് ഒരു ലോഡ് ഇതാകണ്ടോ അവിടെ കൊണ്ട കുത്തി ഇതാകണ്ടോ? ഇനിയിപ്പോഴേ ഇപ്പൊ വന്ന് രാവിലെ ഇന്നലെ വന്ന് ഇവിടെ പെട്ടതായിരുന്നു. മഴ മാറാത്തോണ്ട് പിന്നെയും പെട്ടെന്നാ എനിക്ക് തോന്നുന്നേ. ഒന്നുകൂടെ നോക്കാം. വിജയകരമായി മണ്ട കയറിയിരിക്കുന്നു. തിരിച്ച് കട്ടയിടാൻ പോവാ. അവിടെ കേറാഞ്ഞിട്ട് ആ പൊങ്ങിയിരിക്കുന്ന ചെള്ള വെട്ടി മാറ്റും അവര്. എന്നിട്ട് റിവേഴ്സ് എടുക്കാനാന്ന് തോന്നുന്നു. അതിൻ്റെ അകത്തോട്ടെങ്ങാനും കുത്താനായിരിക്കും. അകത്ത് കമ്പിയാ, കുത്തത്തില്ലല്ലോ. ഇവിടെങ്ങാനും ഇടാനായിരിക്കും. ഈ കട്ടയും കല്ലും ഒക്കെ കുത്തുമ്പോ ഉണ്ടല്ലോ, നമ്മൾ വണ്ടി കറക്റ്റ് ലെവല് നിർത്തിയിട്ടേ കുത്താവുള്ളൂ. ഇല്ലെങ്കിൽ അപ്പുറം ഏതെങ്കിലും ഒരു സൈഡിലൊക്കെ കട്ടയൊക്കെ ഉടക്കി പോയാൽ ആ ഒരു സൈഡിലത്തെ ലോഡ് ഇറങ്ങി പോയി കഴിയുമ്പോൾ മറ്റേ സൈഡിലോട്ട് വണ്ടി മറിയും. ഇത് കണ്ടോ, ഇപ്പൊ കറക്റ്റ് ലെവല് നിർത്തിയിട്ടല്ലേ കുത്തുന്നത്.
വേണ്ട നമ്മുടെ കട്ട മുഴുവൻ കുത്തി തീർന്നിട്ടുണ്ട്. തീർന്നു. ഇനി നമുക്ക് ഈ സൈഡിലോട്ട് തന്നെ 2 തവണയും കൂടെ കട്ട എടുക്കാനുണ്ട്. അപ്പൊ അവരെ പണിക്കാര് ഇപ്പൊ ഒരെണ്ണം കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1.5 വരത്തുള്ളൂ. ഇപ്പൊ ഒരെണ്ണം കൂടെ എടുക്കണം. അപ്പൊ ഇന്നലെ ഇവിടെ വന്ന് നമ്മള് ഒരു 4-5 മണിക്കൂർ കിടന്ന് പയറ്റിയിട്ടാ വണ്ടി ലോഡ് കയറ്റി കുത്തിയത്. 400 കട്ടയില്ലായിരുന്നു. അതാ പറഞ്ഞ ഇപ്പൊ 100 കുറച്ച് വന്ന് ഇന്നിച്ചൂടെ വഴിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. നല്ലതുകൊണ്ടോ ഫുള്ള് ചള്ളയാ. ഇതിലെ വണ്ടി കയറി വരണേ ഭയങ്കര പാടാ. നമ്മൾ ഒരു തരത്തിൽ കണ്ടോ നിരങ്ങിയ പോകുന്ന വണ്ടി. അപ്പൊ ഇനി നമുക്ക് ഒരു ലോഡ് കൂടെ ഒക്കെ എടുത്തോണ്ട് വരാം. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.